ഹലോ നമസ്കാരം, എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാത്തിൻ്റെ ഒരു മെയിൻ അപ്ഡേറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ, ഡീറ്റെയിൽസ് വൈസ്. അപ്പോൾ നേഴ്സായിട്ട് യു എയിൽ വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം യു എയിൽ നിങ്ങൾക്ക് എനിക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എക്സാം ഫെയിൽ ആയിട്ട് ഇനി എന്ത് ചെയ്യും എന്നോർത്തിരിക്കുന്നവരാണോ, എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കാണ് കേട്ടോ. അപ്പൊ മുഴുവനായിട്ട് ഈ വീഡിയോ കാണാം. ഇതിൽ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. വൺസ് നിങ്ങൾ ഒരു പ്രോമെട്രിക് എക്സാം യു എയിൽ വരാനായിട്ട് നിങ്ങൾ പ്രോമെട്രിക് എക്സാം, അത് DOH ആയിട്ട് MOH ആയിക്കോട്ടെ അല്ലെങ്കിൽ DH ആയിക്കോട്ടെ, അത് വൺസ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തതിനു ശേഷം ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും ഫുൾ ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ വൺസ് നമ്മൾ DH, അതായത് നമ്മൾ വൺസ് ദുബായിലേക്ക് വരാനായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോമെട്രിക് എക്സാം വേണം. അത് എല്ലാവർക്കും തന്നെ അറിയാലോ. അപ്പൊ വൺസ് നിങ്ങൾ ഇപ്പോൾ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എക്സാം ഡേറ്റ് ചൂസ് ചെയ്യാം. വൺസ് നിങ്ങൾ എക്സാമിന് ചൂസ് ചെയ്യുന്നു, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നു, അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ എക്സാമിലേക്ക് ഫെയിൽ ആവുന്നു. അതായത് വൺസ് എക്സാം പാസ് ആവണമെങ്കിൽ നമുക്ക് 80% മാർക്ക് വേണം. 150 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അതിൽ 80% മാർക്കാണ് നമ്മൾ വേണ്ടത്. അപ്പൊ 80% മാർക്ക് ഇല്ലെങ്കിൽ നമ്മളെ എന്താക്കും, ഫെയിൽ ആവും. അതിപ്പോ സ്വാഭാവികമാണ്. നമുക്ക് അതിനൊരു 100% അഷുറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഡിപ്പെൻഡ് ഓൺ നമ്മുടെ ടൈം, പല കാറ്റഗറി ഉണ്ട്. ഡിപ്പെൻഡ് ഓൺ ദ ടൈം മാനേജ്മെന്റ്, അതുപോലെ സിലബസ് അല്ലെങ്കിൽ റിലേറ്റഡ് ടു ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം റിലേറ്റഡ് ആയിരിക്കണം നമ്മൾ എക്സാം പാസ് ആവാനായിട്ട്. ബട്ട് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പാസ് ആവാറുണ്ട്. പക്ഷെ ചിലവർ ഇൻ കേസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫെയിൽ ആയിട്ട് ഇരിക്കുന്നവരാരെങ്കിലും ഇനി എന്താണ് അടുത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാണ്ടിരിക്കുന്നതാണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നതാണ്. അതായത് എക്സാം എഴുതി നിങ്ങളിപ്പോ ഫെയിൽ ആയി എന്ന് വിചാരിക്കുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എത്ര നാൾ കഴിഞ്ഞിട്ട് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാം. മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 days അല്ലെങ്കിൽ മാക്സിമം 30 days ഉള്ളിൽ നിങ്ങൾക്ക് അടുത്തൊരു ഡേറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എത്ര അറ്റംപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, അതിപ്പോ DH ആയിക്കോട്ടെ, MOH ആയിക്കോട്ടെ, DOH ആയിക്കോട്ടെ, എത്ര അറ്റംപ്റ്റ് വരെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? മാക്സിമം നമുക്ക് 3 അറ്റംപ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ നിങ്ങളിപ്പോ DHA ദുബായിലേക്കാണ് വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ DH എക്സാമോ, അത് നിങ്ങൾക്ക് 3 അറ്റംപ്റ്റേ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. 3 അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. MOHന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ സെയിം നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും എഴുതാനായിട്ട് പറ്റില്ല. അത് ഒരിക്കലും പറ്റില്ല. വൺസ് നിങ്ങൾ 3 അറ്റംപ്റ്റിൽ എക്സാം പാസ് ആയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് DH എക്സാമിന് വേണ്ടിയിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോഴത്തെ ഒരു ഇതിൽ കേട്ടോ. ഇനിയും ഭാവിയിൽ എന്താവുന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോഴത്തെ ഒരു ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ 3 അറ്റംപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ DH എക്സാമിന് വേണ്ടിയിട്ട് വീണ്ടും ശ്രമിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, MOH ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ സെയിം നിങ്ങൾ വൺസ് ഒരു ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്ത ഇരിക്കുന്ന ആളാണെങ്കിൽ സെയിം ഡാറ്റ ഫ്ലോ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MOHലേക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് MOH അതുപോലെ തന്നെ 3 അറ്റംപ്റ്റ് കിട്ടും. അല്ല ഇപ്പൊ MOH അല്ല, നിങ്ങളിപ്പോ DOH ആണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് DOHലേക്ക് മാറിയിട്ട് നിങ്ങൾക്ക് അബുദാബി, അലൈൻ ആ ഏരിയയിലേക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ ലൈസൻസ്, ഇപ്പൊ നിങ്ങൾ DH ഫെയിൽ ആയി, 3 അറ്റംപ്റ്റിൽ ഫെയിൽ ആയി, അറ്റ് ടൈമിൽ നിങ്ങൾ എടുക്കരുത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ഗ്യാപ്പ് ഇടണം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു അക്കാഡമിയിൽ ചേർന്നിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ്. എല്ലാവരും ഫെയിലായി പോകണതിന്റെ ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് തന്നെയാണ്. അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പാരഗ്രാഫ് പോലെ ഇരിക്കുന്നുണ്ടാവുക. ഈച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, അത് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം മാനേജ്മെന്റ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ലൊരു അക്കാഡമിയിൽ ചേർന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് റീസെന്റ് ഇപ്പൊ എന്താണുള്ളത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം എന്ത് ചെയ്യുക, സോൾവ് ചെയ്തിട്ട് പഠിക്കുക. മെയിൻ ആയിട്ട് എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈമിലാണ് എല്ലാവരും ടൈം മാനേജ്മെന്റ് കിട്ടാത്തതുകൊണ്ടാണ് ഫെയിലിന്റെ ഒരു ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എടുത്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അക്കാഡമി ചേർന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്രാക്ടീസിൽ എന്ത് ചെയ്യുക, ചെയ്ത് പഠിച്ചതിന് ശേഷം അടുത്തൊരു എക്സാം ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. പെട്ടെന്ന് കയറി എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇപ്പൊ ഡാറ്റ ഫ്ലോ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു, പെട്ടെന്ന് ചാടിയിട്ട് ഓക്കെ ഇതൊക്കെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളല്ലേ,
നമുക്കിത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചിലർ തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലേ, എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തു ചാടി എന്ത് ചെയ്യും, ഡേറ്റ് കൺഫേം ചെയ്യും. അങ്ങനെ ഒരിക്കലും മിസ്റ്റേക്ക് ചെയ്യരുത്. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അക്കാഡമിയിൽ ചേർന്നിട്ട് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ 1 മന്ത് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ക്രാഷ് കോഴ്സ് ഒക്കെ ചിലവർ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഡേറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് ഫെയിൽ ആയി പോകാനുള്ള ഏറ്റവും റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് എങ്കിലും നിങ്ങൾ ട്രെയിനിങ് എടുക്കുക. പ്രോപ്പർ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അക്കാഡമി ചേർന്നിട്ടുള്ള നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും തിയറിയും കാര്യങ്ങളും എല്ലാം പ്രാക്ടീസ് ചെയ്ത് പിന്നെ നിങ്ങൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്ത് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. 3 hours ആണ് സമയമുള്ളത്. 150 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ റിവിഷൻ ചെയ്തിട്ട് പ്രാക്ടീസ് ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ഉറപ്പായി ഓക്കെ എന്നെ കൊണ്ട് പറ്റും, ഈ ടൈം മാനേജ് കൊണ്ട് എന്നെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഉറപ്പ് നിങ്ങൾക്കൊരു കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ മാത്രം എക്സാം ഡേറ്റ് എടുക്കുക. ചാടിപ്പോയി ഓക്കെ നമുക്കൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം പിന്നെ നോക്കാം അങ്ങനെ പറഞ്ഞ് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, എക്സാം ഡേറ്റ് എടുക്കുക, എന്നിട്ട് അറ്റൻഡ് ചെയ്യുക. സോ നമ്മുടെ ചാൻസ് ആണ്, ദൈവത്തിന്റെ കയ്യിലും കൂടി ഒരു ചാൻസ് ഇരിക്കുന്നുണ്ട്. മേ ബി ബൈ മിസ്റ്റേക്ക് നമ്മൾ ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് വീണ്ടും 2 അറ്റംപ്റ്റും കൂടി ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ആ 2ാമത്തെ അറ്റംപ്റ്റ് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടുക. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ എവിടെ എന്തും കൊണ്ട് നിങ്ങൾ ഫെയിൽ ആയി എന്നുള്ള കാര്യം തിങ്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും എടുത്തിട്ട് എന്ത് ചെയ്യുക, 2ാമത്തെ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 7 to 30 ഡേയ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഓടിച്ചാടി ആരും പോയി എടുക്കാൻ ശ്രമിക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ 3 അറ്റംപ്റ്റ് അങ്ങനെയൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ബൈ ചാൻസ് നിങ്ങൾക്ക് 3 അറ്റംപ്റ്റിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറൊരു പ്രോമെട്രി ചൂസ് ചെയ്യാൻ പറ്റും. MOH അല്ലെങ്കിൽ DOH നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതും നിങ്ങൾക്ക് അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഡാറ്റ ഫ്ലോ എന്ത് ചെയ്യുക, MOHയിലേക്ക് ഇതിലേക്ക് ആ സെയിം ഡാറ്റ ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതാണ് വൺസ് നിങ്ങൾ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ, ഇതുപോലത്തെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ UAയിലെ നിങ്ങൾക്ക് നേഴ്സായി വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ നേഴ്സിംഗ് റിലേറ്റഡോ ജോബ് റിലേറ്റഡോ ലൈസൻസ് റിലേറ്റഡോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റിലേറ്റഡോ എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.